നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതര മതങ്ങളിലുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്തു. അതിനെ വിപുലമായ രീതിയിൽ വലിയ വീഡിയോ ആക്കാൻ നമുക്ക് പിന്നൊരു അവസരം തിരഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദു മതത്തിലെ നരകത്തെക്കുറിച്ചാണ്. നമുക്ക് ഹിന്ദു മതത്തിൽ 28 നരകങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ ഓരോന്നിനെയും വ്യക്തമായും വിശദമായും നമുക്ക് നോക്കാം. അതിനുശേഷം ഇസ്ലാം മതം, അതുപോലെ തന്നെ ക്രൈസ്തവ മതം, അങ്ങനെ ഓരോ മതത്തിലെയും തെറ്റുകുറ്റങ്ങളും അതിനുള്ള ശിക്ഷകളും അടങ്ങിയിട്ടുള്ള നരകത്തെക്കുറിച്ചുള്ള ആ ഒരു ഉണർത്തിപ്പ് ഓരോ മതങ്ങളിലും ഉണ്ട്. അതിനെക്കുറിച്ച് വിശദമായ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മരണം സംഭവിച്ചാൽ ആത്മാവ് ശരീരം വിട്ട് പുറപ്പെട്ട് ഒരു യാത്ര ആരംഭിക്കും. ഹിന്ദു ദർശനപ്രകാരം ഈ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പാപപുണ്യങ്ങളുടെ വിലയിരുത്തലാണ്. ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള 2 ദേവന്മാരാണ്. അതിൽ ഒന്ന് യമധർമ്മരാജനാണ്. മരണത്തിന് ശേഷം ആത്മാവിനെ ഏറ്റുവാങ്ങുന്ന ദേവതയാണ് യമധർമ്മൻ. പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഫലം തീരുമാനിക്കുന്നതും അദ്ദേഹമാണ്. നമ്മൾ കാലൻ എന്നൊക്കെ പറയാറുണ്ട്. മറ്റൊന്ന് ചിത്രഗുപ്തനാണ്. ആത്മാവ് ജീവിതത്തിൽ ചെയ്ത എല്ലാ പ്രവൃത്തികളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏടുകളിൽ. അത് അടിസ്ഥാനമാക്കിയായിരിക്കും ശിക്ഷയും പുനർജന്മവും ഒക്കെ നിശ്ചയിക്കുന്നത്. ഹിന്ദുമതത്തിൽ നരകം ഒരു ശാശ്വത ശിക്ഷാലയമല്ല. അതായത് പാപത്തിൻ്റെ തോതനുസരിച്ച് ശിക്ഷ ലഭിക്കും. ശിക്ഷ കഴിഞ്ഞാൽ ആത്മാവ് വീണ്ടും മനുഷ്യജന്മം എടുത്തുകൊണ്ട് വീണ്ടും ഭൂമിയിലേക്ക് വരണം. ഇതാണ് നിയമം. നരകം ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു ഇടമായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതായത് പാപങ്ങളാൽ മുങ്ങിപ്പോയ ആത്മാവിനെ നരകത്തിൽ ശുദ്ധീകരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുകൊണ്ട് ഇത്രയും നരകങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗവത പുരാണം, ഗരുഡ പുരാണം, വാമന പുരാണം തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വ്യത്യസ്ത തരം പാപങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ച് വ്യത്യസ്ത ശിക്ഷയും വ്യത്യസ്ത നരകങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവെ 28 നരകങ്ങൾ പ്രധാനമായി പറയുന്നു. ഓരോന്നിനും ഒരു പ്രത്യേക ലക്ഷ്യം, ഒരു പ്രത്യേക ശിക്ഷയുമാണ്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ മറ്റൊരാളെ ചതിച്ചു പറ്റിച്ചാൽ അവനെ ഇരുട്ടിൽ അടച്ചു വയ്ക്കുന്ന ഒരു താമിശ്ര നരകം ഉണ്ട്. താമിശ്ര നരകത്തിൽ അവനെ ഇരുട്ടിൽ അടച്ചു വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് ഒരു വ്യക്തിയെ ഇരുട്ടിൽ മൂടിയ ഒരു റൂമിൽ അല്ലെങ്കിൽ ഇരുട്ട് മൂടിയ ഒരിടത്ത് അടച്ചു വയ്ക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളും മാനസിക പീഡനങ്ങളും ഒക്കെയാണ് അവിടെ അവനുള്ള ശിക്ഷ അവനെ കാത്തിരിക്കുന്നത്. ഒരാൾ മൃഗങ്ങളെ പീഡിപ്പിക്കുകയാണെങ്കിൽ അവൻ രൗരവ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. അങ്ങനെ ഓരോ നരകവും ഒരു പ്രത്യേക പാഠം പഠിപ്പിക്കാനായിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം താമിശ്ര എന്നത് എന്താണെന്ന്. താമസ് എന്ന വാക്കിൽ നിന്നാണ് താമിശ്ര എന്ന പേര് വന്നത്. ഇതിൻ്റെ അർത്ഥം ഇരുട്ട്, അന്ധകാരം, ഭ്രമം, മനസ്സിലെ ആശയക്കുഴപ്പങ്ങൾ എന്നൊക്കെയാണ്. ഹിന്ദു ഗ്രന്ഥങ്ങളിൽ പറയുന്നത് താമിശ്ര നരകം ഒരു കൂടുതൽ ഇരുണ്ട ശ്വാസം മുട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മറ്റു വെളിച്ചങ്ങളൊന്നും കടന്നു വരികയില്ല. ആത്മാവിൻ്റെ ചുറ്റും എന്താണെന്ന് മനസ്സിലാകാത്ത വിധം നിഗൂഢമായ ഇരുട്ടിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളൊരു ശിക്ഷാരീതിയാണ്. അതായത് ഇരുട്ട് മാത്രമായിരിക്കും എല്ലായ്പ്പോഴും ചുറ്റിലുള്ളത്. ഒന്നും കാണാനോ ഒന്നും അറിയാനോ പറ്റാത്ത ഒരു വല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ചാണ്, ഭയാനകരമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് താമിശ്ര നരകം പറയുന്നത്. ഇനി ഏതൊക്കെ പാവങ്ങൾ ചെയ്താലാണ് ഈ താമിശ്ര നരകത്തിൽ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, വിശ്വാസവഞ്ചനയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ജീവിതത്തിൽ ഒരാളെ വഞ്ചിച്ച് പറ്റിക്കൽ, തൻ്റെ അടുത്തവരെ ചതിക്കൽ, ഭർത്താവോ ഭാര്യയോ പാർട്ട്ണറിനെ പറ്റിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും, അതുപോലെ തന്നെ ശക്തരെ പോലെ പെരുമാറൽ, മറ്റുള്ളവരുടെ സ്വത്ത് പിടിച്ചെടുക്കൽ, മറ്റുള്ളവരുടെ സ്വത്തിനെയൊക്കെ അന്യായമായിട്ട് നമ്മൾ പിടിച്ചെടുക്കുക, ഗുണ്ടായിസം എന്നൊക്കെ പറയും. പിന്നെ കള്ളം പറയുന്നതും ഒക്കെ ഈ ഒരു നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ കാരണമാകുന്ന കുറ്റകൃത്യങ്ങളാണ്. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിനും പണത്തിനും ഒക്കെ കബളിപ്പിക്കൽ, മറ്റുള്ളവരുടെയൊക്കെ പണം ചതിച്ച് കൈവശപ്പെടുത്തുന്നത്, തൊഴിൽ ചെയ്യുന്നവർക്ക് വേതനം കൊടുക്കാതെ ചതിക്കൽ, ഇവയെല്ലാം അസ്ഥായിയായ വിശ്വാസവഞ്ചന എന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നു. ഈ തരത്തിലുള്ള വിശ്വാസവഞ്ചനകൾക്കാണ് താമിശ്ര നരകം ഈ തരത്തിലുള്ള ആളുകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ്. താമിശ്ര നരകത്തിലെ ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, പൂർണ്ണമായി ഇരുട്ടാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അതുപോലെ ആത്മാവ് മുന്നിലേക്ക് ഒരു അടി പോലും കാണാൻ പറ്റത്തില്ല. ഈ ഇരുട്ട് സാധാരണ ഇരുട്ടല്ല, ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരിനം ഇരുട്ടാണ്. മാത്രമല്ല മനസ്സിലുണ്ടാക്കുന്ന ഭ്രമം, ഈ ഇരുട്ട് മൂലമായിട്ട് നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. അതുപോലെ അപ്പോൾ യാതൊന്നും കാണാൻ സാധിക്കാത്തൊരവസ്ഥയിൽ വെളിച്ചമില്ലാത്തതിനാൽ ആത്മാവ് നിരന്തരം തെറ്റിദ്ധാരണകൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ആരോ പിന്നാലെ വരുന്നത് പോലെ തോന്നും, ആരോ നമ്മളെ തള്ളുന്നത് പോലെ തോന്നും, ചിലപ്പോൾ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും. പക്ഷേ ഇതിനൊന്നും നമ്മൾ ചോദിക്കുന്നതിനൊന്നും യാതൊരു ഉത്തരങ്ങൾ ഒരിക്കലും ഉണ്ടായിരിക്കത്തില്ല. ഇവയെല്ലാം മനസ്സിലുള്ള ചതിയും കളവും ഒക്കെ തിരിച്ചറിഞ്ഞും അനുഭവിക്കാനുള്ളൊരു ശിക്ഷയാണ്. ഈ നമ്മളുടെ മനസ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശിക്ഷയായിട്ടാണ് പറയുന്നത്.
ഇവിടെ നമുക്ക് ക്ഷീണം, ദാഹം, ആശയക്കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിരിക്കും. വെളിച്ചമില്ലാത്തതിനാൽ ദൂരം പോലും മനസ്സിലാകത്തില്ല. ഒരിക്കൽ നടക്കാൻ തുടങ്ങുമ്പോൾ എവിടെ എത്തുന്നു എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. നമ്മൾ എങ്ങോട്ടാണ് നടക്കുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നതെന്നോ ഒന്നും തിരിച്ചറിയാനും പറ്റത്തില്ലാത്ത ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ യമദൂതരുടെ പിടിച്ചുലയ്ക്കലൊക്കെ നമുക്കിതിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതായത് യമദൂതർ ഇവിടെ ആത്മാക്കളെ വലിച്ചു നീക്കുകയോ തള്ളുകയോ ഒക്കെ ചെയ്യും. അത് അവരുടെ പഴയ ജീവിതത്തിലെ കഠിനമായ വഞ്ചനകളുടെ തിരിച്ചടിയായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ നരകത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ശിക്ഷിക്കപ്പെടുന്നവർ ചെയ്ത പാപം എന്താണ്? വഞ്ചന, ചതി, മറ്റുള്ളവരുടെ വിശ്വാസം നശിപ്പിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഫലം അവർ തന്നെ ഒരു പൂർണ്ണമായ ഇരുട്ടിൽ അയാളെ എന്നെ ചതിച്ചു എന്ന അനുഭവം അയാൾ സ്വയം അനുഭവിക്കേണ്ടതായിട്ട് വരും. അയാൾ തന്നെ സ്വയം മറ്റൊരാളെ ചതിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ മനസ്സ് ഇരുട്ടിലേക്ക് പോകുമ്പോൾ ഈ വ്യക്തി തന്നെ ഇരുട്ടിലേക്ക് മാറുന്ന ഒരു ശിക്ഷാരീതി കൊടുത്തുകൊണ്ട് അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം എന്നായിരിക്കും ഈ നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്കുള്ള മോചനം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുമതത്തിൽ നരകശിക്ഷ ശാശ്വതമല്ല. ഹിന്ദുമതത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു സ്വർഗവും ശാശ്വതമല്ല, നരകവും ശാശ്വതമല്ല. ഹിന്ദുവിൽ ഒന്നും ശാശ്വതമല്ല. ശാശ്വതം എന്നാൽ മോക്ഷം മാത്രമാണ് നമ്മൾ പറഞ്ഞു. മോക്ഷം പ്രാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ ഒരു ശുദ്ധാത്മാവ് തന്നെ ആയിരിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ പാപം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നരകത്തിൽ നിന്ന് മോചിതമാവാൻ പറ്റും. ആത്മാവ് ശുദ്ധമാവുകയും ചിത്രഗുപ്തൻ പുതിയ ജന്മം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ആത്മാവ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. താമിസ്ര ഇരുട്ടിൻ്റെ നരകമാണ്. വിശ്വാസവഞ്ചകരും കപടനാട്യക്കാരുമൊക്കെ ആണ് ഇവിടെ ഉള്ളത്. ശിക്ഷ ഇരുട്ട് കൊണ്ടുള്ള ശിക്ഷയാണ്. ഭ്രമം, മനസ്സിൻ്റെ പീഡനമൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ ലക്ഷ്യം അവർ ചെയ്ത തെറ്റിൻ്റെ ഭാരം സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. അവസാനം പാവം തീർന്നു കഴിഞ്ഞാൽ പുതിയ ജന്മത്തിലേക്ക് പോകും എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂട്ടുകാരെ, നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതിലെ മൊത്തം നരകങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത് കാരണമായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അടുത്ത വീഡിയോ വഴിയൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിലുകൾ തരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഞാൻ തിരിച്ചു പോകാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അന്ധതമിശ്ര എന്ന് പറയുന്ന നരകത്തെക്കുറിച്ചാണ്. അപ്പോൾ അന്ധതമിശ്ര എന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അന്ധ പ്ലസ് താമിശ്ര അർത്ഥം പൂർണ്ണമായ അന്ധകാരം, ഏറ്റവും കനത്ത ഇരുട്ട് എന്ന് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത മനപീഡനം, അതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു ശിക്ഷ. താമിശ്രയിൽ ഇരുട്ടുണ്ടെങ്കിലും അന്ധതമിശ്രയിൽ അതിൻ്റെ 10 മടങ്ങ് ശക്തിയുള്ള ഇരുട്ടാണ്. നമുക്കറിയാം നേരത്തെ അവസ്ഥയിൽ തന്നെ എത്രത്തോളം ഇരുട്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഇതാണ് ഏത് പാവം ചെയ്തവരാണ് ഇവിടേക്ക് വരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ, കുട്ടികളെ, അവരുടെ വിശ്വാസത്തെയൊക്കെ നശിപ്പിക്കൽ, കാണാതെ കബളിപ്പിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തവരാണ് കൂടുതലായിട്ട് ഇവിടെ വരാറുള്ളത്. സ്വന്തം കുടുംബം, വിശ്വസിച്ച പണം, സ്വത്ത്, ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്നതൊക്കെ ഇതാണ്. അതായത് നമ്മുടെ അച്ഛൻ്റെ പണം കബളിപ്പിച്ച് തട്ടിയെടുക്കുക, സഹോദരൻ്റെ അവകാശങ്ങൾ പിടിച്ചെടുക്കുക, അങ്ങനെയൊക്കെയുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവർക്കായിട്ട് ഉള്ള ഒരു നരകമാണിത്. അതായത് തികഞ്ഞ സ്വാർത്ഥത കാരണമായിട്ട് ജീവിച്ചവരാരോ അവർക്കുള്ള നരകമാണ് ഇത്. സ്വന്തം ലാഭത്തിനായിട്ട് നമ്മളെ വിശ്വസിച്ചവരെ കബളിപ്പിക്കുക എന്നുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് ഇവിടെ എത്തുന്നത് എന്ന് പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് ഞാൻ സഹായം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവസാനം അവരെ ചതിക്കുന്നതും ഒക്കെ ഇതിൽ പെടുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ അത്യന്തം ദ്രോഹം എന്നായിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അന്ധതമിശ്ര നരകത്തിലെ ശിക്ഷകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അന്ധതയാണ് ഇവിടെ എത്തുന്ന. ആത്മാവിന് വെളിച്ചമില്ല. കണ്ണുകൾ തുറന്നാലും കെട്ടുപോയാലും ഒരുപോലെ. അതായത് നമ്മുടെ കണ്ണുകൾ ഇല്ലാതായി കഴിഞ്ഞാലും എങ്ങനെയായിരിക്കും അതുതന്നെയായിരിക്കും ഇവിടുത്തെ അവസ്ഥ. നരകം കാണാനാവാത്തപ്പോൾ പാപം കാണാൻ പഠിക്കും എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ യമദൂതർ ആത്മാവിനെ അടിച്ചു തള്ളുകയോ വലിച്ചു വീഴ്ത്തുകയോ നിരന്തരം ദിശ മാറ്റുകയോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് ആത്മാവ് എവിടെയാണോ ഞാൻ എവിടെയാണ് എന്ന അവസ്ഥയിൽ പെടും. ഈ ഒരു അവസ്ഥയിൽ ഭയങ്കരമായിട്ടുള്ള ഹാലൂസിനേഷൻ, മറ്റു പ്രശ്നങ്ങളുമൊക്കെ ഈ ആത്മാവിന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ ദാഹം, വിശപ്പ്, മനസ്സിൻ്റെ വേദന ഒക്കെ എത്ര ശ്രമിച്ചാലും വെള്ളമോ ഭക്ഷണമോ ഒരിക്കലും അവർക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു തരം ഇരുട്ട് കൊണ്ടാണ് അവരെ മൂടുന്നത്. അതുപോലെ തന്നെ അന്ധകാരത്തിൽ ആത്മാവിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നും. തികച്ചും മാനസിക പീഡനം, നിരന്തരമായിട്ടുള്ള ഭ്രമങ്ങൾ അവരുടെ മനസ്സിലിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആരും അടുത്ത് വരുന്നത് പോലെ തോന്നും, പക്ഷേ ആരുമില്ല. ഏതോ ശബ്ദം കേൾക്കുന്നത് പോലെയൊക്കെ തോന്നും, പക്ഷേ ശബ്ദമില്ല. ഇതെല്ലാം ജീവിതത്തിൽ കുടുംബത്തെ വഞ്ചിച്ചവർക്ക് നൽകുന്ന മനസ്സിൻ്റെ തിരിച്ചടികളാണ്. എന്തുകൊണ്ട് ഇത്ര ശക്തമായ ശിക്ഷ എന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ കുടുംബമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. ആ വിശ്വാസത്തെ വഞ്ചിച്ചവർ ഇരുട്ടിലാക്കി വിടുക, അതിൻ്റെ പ്രതീകമാണ് ഈ നരകം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നൽകിയ വേദനയുടെ ഇരുട്ട് നരകത്തിൽ ആത്മാവ് തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമുക്ക് നോക്കാം, ഈ അന്ധതമിശ്ര നരകവും ശാശ്വത ശിക്ഷയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാവം തീർന്നാൽ അല്ലെങ്കിൽ അവർ ചെയ്ത കർമ്മങ്ങളുടെ പാവം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് അവരെ മോചിപ്പിക്കപ്പെടും. മനസ്സിൻ്റെ കഠിനത അകന്നു കഴിഞ്ഞാൽ ആത്മാവ് ശുദ്ധമായി വീണ്ടും ഒരു ജന്മം ലഭിക്കാനായിട്ടുള്ള സാധ്യത ഇവിടെയുണ്ട്. നമുക്കിതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. അന്ധതമിശ്ര ഏറ്റവും ഇരുണ്ട നരകമാണ്. കുടുംബത്തെ ദ്രോഹിക്കലാണ് ഏറ്റവും കടുത്ത പാവം. ഇവരെ അതുപോലെ തന്നെ കുടുംബത്തെ ചതിക്കൽ, അതുപോലെ തന്നെ ശിക്ഷ പൂർണ്ണമായിട്ടുള്ള ഇരുട്ട്, ഭ്രമം, വിശപ്പ്, ദിശ അറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കൽ ഒക്കെയാണ് ഇവിടുത്തെ ശിക്ഷകൾ. കാരണം അവർ ജീവിതത്തിൽ നൽകിയ ദ്രോഹത്തിൻ്റെ തിരിച്ചടിയായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നു. അവസാനം ശിക്ഷ കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യജന്മത്തിലേക്ക് തിരിച്ചു പോകും.
അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് രൗരവ എന്ന് പറയുന്ന നരകത്തെക്കുറിച്ചാണ്. രൗരവ എന്ന പദത്തിൻ്റെ അർത്ഥം വിള്ളൽ അല്ലെങ്കിൽ നിലവിളി അല്ലെങ്കിൽ അസഹനീയമായ വേദന എന്നൊക്കെയാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഇവിടെ പോകുന്ന ആത്മാക്കൾ ഒരു പ്രത്യേക തരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരായിരിക്കും. ജീവജാലങ്ങളുടെ നിലവിളിയുടെ ശക്തമായ തിരിച്ചടിയാണ് ഇത് എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും ഏത് പാവങ്ങൾ ചെയ്തവരാണ് ഇവിടെ പോകുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ പീഡിപ്പിച്ചവരാണ്, അല്ലെങ്കിൽ രസത്തിനായി മൃഗങ്ങളെ അടിക്കൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിനല്ലാതെ മൃഗങ്ങളെ അനാവശ്യമായി വേട്ടയാടൽ, അനാവശ്യമായി മൃഗങ്ങളെ വേദനിപ്പിക്കൽ, ഈ വകയുള്ള ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തവരെ കൊണ്ടുപോകുന്ന ഒരു നരകമാണിത്. അതായത് നമ്മൾ സഹായത്തിനായിട്ട് ആശ്രയിച്ച ജീവികളെ പീഡിപ്പിക്കൽ, അതുപോലെ തന്നെ കാളയെ, പശുവിനെ, കുതിരയെ അനാവശ്യമായിട്ട് മർദ്ദിക്കുന്നവർ, മൃഗങ്ങളെ പട്ടിണിക്ക് ഇടുന്നവർ, അതുപോലെ തന്നെ ദുർബലരായ മനുഷ്യരെ പീഡിപ്പിക്കുന്നവർ, കുട്ടികളെ, ദുർബലരെ അടിക്കൽ, കഴിവില്ലാത്തവരെ പീഡിപ്പിക്കൽ, അവർ സഹായം ചോദിച്ചിട്ടും അവരെ അവഗണിക്കുന്നവർ, അനാഥകൾ, മൃഗങ്ങൾ, ദുർബലർ, ഇവരുടെ നിലവിളി നേരിട്ട് ഈ നരകത്തിൽ ആത്മാവിനെ ഫോളോ ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് രൗരവ എന്ന നരകത്തിലെ ശിക്ഷകളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ നരകത്തിൽ രൗരവ ജീവികൾ എന്ന പ്രത്യേക രൂപത്തിലുള്ള ഭയപ്പെടുത്തുന്ന ജീവികൾ ഉണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. മനുഷ്യൻ ജീവിതത്തിൽ പീഡിപ്പിച്ച മൃഗങ്ങളുടെ രൂപാന്തരമായ ആത്മീയ രൂപങ്ങളായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. അവ ആത്മാവിനോട് ചോദിക്കാതെ ഓടിവരും, പിടിക്കും, നിലവിളിക്കും ഒക്കെ ചെയ്യും. നിരന്തരം കേൾക്കുന്ന വേദനയുടെ ശബ്ദമാണ്. ആത്മാവ് ഇവിടെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നിലവിളിയാണ്. ജീവിതത്തിൽ മൃഗങ്ങളെയും ആളുകളെയും അടിച്ചും കൊട്ടിയും പീഡിപ്പിച്ചവർ അവരുടെ വേദനയുടെ ശബ്ദം തന്നെ ഇപ്പോൾ കേൾക്കേണ്ടി വരുമെന്നതാണ്. അതുപോലെ നമ്മൾ എത്ര അവിടെ നിന്ന് ഓടിയാലും ഒളിക്കാനാവാത്ത ഒരു നരകമാണിത്. രൗരവ നരകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മറ്റൊരു ഭാഗത്തു നിന്നും രൗരവ ജീവികൾ വീണ്ടും നമ്മളെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ആത്മാവിന് ഒരിക്കലും വിശ്രമമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇത് നീ തന്നെയാണ് ഈ വേദനയ്ക്കുള്ള കാരണം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഒരു ശിക്ഷാ രീതികളൊക്കെ അവിടെ ഉണ്ടാക്കുന്നത്. ശരീരവേദനയല്ല, മനസ്സിൻ്റെ വേദനയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെയും പറയുന്നത്. ആത്മാവ് ഇവിടെ അനുഭവിക്കുന്നത് കുറ്റബോധം, പൂർവ്വ പ്രവൃത്തികളുടെ ഓർമ്മ, സ്വന്തം പ്രവൃത്തിയുടെ യഥാർത്ഥ ഫലം, ഇതൊക്കെ ആത്മാവ് അനുഭവിച്ചേ മതിയാകുള്ളൂ. ഈ നരകത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ തനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് കരുതി അഹങ്കാരത്തോടെ പെരുമാറുന്നവർ, മറ്റുള്ളവരെ വേദനിപ്പിച്ചവർ, മറ്റുള്ളവരുടെ പ്രവൃത്തികളാൽ മറ്റുള്ളവർ അനുഭവിച്ച വേദന താങ്ങാൻ പറ്റാത്ത വിധം തിരിച്ചറിഞ്ഞ് അനുഭവിക്കാനാണ് ഈ നരകം അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. മറ്റുള്ളവരുടെ വേദനകളെ അവഗണിച്ചവർ തങ്ങളുടെ തന്നെ വേദനയ്ക്കുള്ളിൽ തീർച്ചയായും അവർ അതിനകത്ത് വീണ് പോകുമെന്നാണ് പറയുന്നത്. ഈ നരകത്തിൽ നിന്ന് മോചനം തീർച്ചയായിട്ടും ഉണ്ട്. പാപത്തിൻ്റെ ഭാരം കുറഞ്ഞാൽ ആത്മാവ് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി വേദന മാറി വീണ്ടും ജന്മം ലഭിക്കും. അതുപോലെ തന്നെ രൗരവ നരകം ശാശ്വത ശിക്ഷയല്ല, ശുദ്ധീകരണ പ്രക്രിയയാണ്. നമ്മൾ എല്ലാ നരകങ്ങളും ഈ ഹൈന്ദവ പുരാണ പ്രകാരം നോക്കുകയാണെങ്കിൽ എല്ലാ നരകങ്ങളും സ്ഥിരമല്ല, അതൊക്കെ മനുഷ്യൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഒന്നുകൂടെ ഈ രൗരവ നരകത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, രൗരവ നിലവിളികളുടെ നരകമാണ്. മൃഗങ്ങളെ അല്ലെങ്കിൽ ദുർബലരായിട്ടുള്ളവരെ പീഡിപ്പിച്ചവർക്കുള്ള നരകമാണിത്. ശിക്ഷ രൗരവ ജീവികളുടെ ആക്രമണമാണ്. ഭയാനകമായിട്ടുള്ള നിലവിളികളാണ് നമുക്കവിടെ കേൾക്കാൻ സാധിക്കുന്നത്. ഇനി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ജീവിതത്തിൽ നൽകിയ വേദനയുടെ തിരിച്ചടിയാണ്. അവസാനം പാപം തീർന്നാൽ ആത്മാവ് ശുദ്ധമാവുകയും ചെയ്യും. ഇനി മറ്റൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, മഹാരൗരവം എന്ന് പറയുന്ന നരകത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ രൗരവം എന്ന് പറയുന്ന നരകത്തെക്കുറിച്ച് നമ്മൾ നോക്കി. ഇനി അതിനേക്കാൾ ഭയാനകരമായിട്ടുള്ള മഹാരൗരവം എന്ന് പറയുന്ന നരകത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഹിന്ദു പുരാണങ്ങളിൽ തന്നെ പറയപ്പെടുന്ന ഏറ്റവും ഭീകരവും വേദനയും നിറഞ്ഞ നരകങ്ങളിൽ ഒന്നാണ് മഹാരൗരവം എന്നത്. ഇത് രൗരവം എന്ന നരകത്തിൻ്റെ അടുത്ത ഘട്ടമാണ്. അതിൻ്റെ ശിക്ഷയുടെ ഇരട്ട ഗുരുത്വമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നമ്മൾ എത്തിപ്പെടുന്നത്. മഹാരൗരവത്തിൽ എത്തുന്നവർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ജീവജാലങ്ങൾക്ക് ദാരുണമായ നോവ് സൃഷ്ടിച്ചവർ, അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ പീഡിപ്പിച്ചവർ, ജീവിതകാലം മുഴുവൻ ക്രൂരതയോടെ പെരുമാറിയവർ, സ്വന്തം ലാഭത്തിനായി നിരപരാധികളെ വേദനിപ്പിച്ചവർ, ഇവരെല്ലാം മരിച്ച ശേഷം എത്തുന്നതാണ് ഈ നരകം. രൗരവത്തിൽ ഒരാൾ മറ്റ് ജീവജാലങ്ങളെ പീഡിപ്പിച്ചതിൻ്റെ ഫലം അവൻ്റെ തന്നെ മേൽ വരുമ്പോൾ, മഹാരൗരവം അതേ പാപത്തിൻ്റെ വലിയതും കഠിനവുമായ ശിക്ഷ അവൻ്റെ മേൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മഹാരൗരവത്തിൻ്റെ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും തീയുടെ ചുവന്ന ഒരു പ്രകാശമാണ്. നമ്മളുടെ ആകാശങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം തീയുടെ ഒരു പ്രകാശം അവിടെ എല്ലായ്പ്പോഴും എല്ലാ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. നിലത്ത് ലാഭ പോലെ കത്തുന്ന കല്ലുകൾ കാണാൻ സാധിക്കും. അതുപോലെ ജീവജാലങ്ങളുടെ നിലവിളിയോട് സാമ്യമുള്ള അസാധാരണ ശബ്ദങ്ങളെല്ലാം 4 വാക്കിൽ നിന്നും നമ്മളുടെ ചെവികളെ തുളച്ച് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ആത്മാവ് പോകുന്ന എല്ലാ വഴികളിലും ക്രൂരമുള്ള പാതകളായിരിക്കും. അതുപോലെ തന്നെ ഓരോ നിമിഷവും ശാന്തിയില്ലാത്ത സ്ഥലങ്ങളായിരിക്കും ഇവയെല്ലാം ആത്മാവിന് ഭയങ്കരമായിട്ടുള്ള ഭയവും അതിഭയങ്കരമായിട്ടുള്ള വേദനയും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എല്ലാ സമയങ്ങളിലും. ഈ നരകത്തിൽ ഒരു പ്രത്യേകതരം ജീവി ഉള്ളതായിട്ട് പറയുന്നുണ്ട്. രുരു എന്നു പേരുള്ള ഒരു അത്ഭുത ജീവിയായിട്ട് ഇവയെ പറയുന്നു. ഇപ്പോൾ പഴയ ജീവിതത്തിൽ മനുഷ്യൻ കൊടുത്ത പീഡനം തിരിച്ചു തരുന്ന ജീവികൾ എന്നാണ് വിശ്വാസം. അവർ ആത്മാവിനെ പിന്തുടരുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു നിമിഷം പോലും വിടാതെ മുറിപ്പാടുകൾ നൽകിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇത് ക്രൂരതയ്ക്കുള്ള പ്രതിഫലത്തിൻ്റെ പ്രതീകം മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശിക്ഷയുടെ പ്രതീകം മഹാരൗരവം തിരുവേദങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ജീവന് ദുഃഖം സൃഷ്ടിക്കുവാൻ അതേ വേദനയുടെ തീവ്രത ആത്മാവ് തിരിച്ചറിഞ്ഞേ മതിയാവുകയുള്ളൂ. ഇത് സാധാരണ നരകശിക്ഷയല്ല, പാപത്തിൻ്റെ കാരണവും ഫലവും ആത്മാവ് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. മഹാരൗരവത്തിൻ്റെ സന്ദേശം ഒരാളുടെ ക്രൂരത, ജീവജാലങ്ങളോടുള്ള പീഡനം അല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്കായി മറ്റുള്ളവരെയൊക്കെ നശിപ്പിക്കൽ
പിന്നെ അതുപോലെ തന്നെ മനസ്സ് അസ്വസ്ഥമായി സ്വസ്ഥമില്ലാതെ പെരുമാറുന്ന മനസ്സ്, ഇവയെല്ലാം ആത്മാവിനെ തിരിച്ചറിയാനും തിരുത്താനുമാണ് ഈ നരകം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി പാപം അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തെയും പോലെ തന്നെ ഹിന്ദുമതം പറയുന്നത് നരകങ്ങളിലുള്ള ശിക്ഷ ശാശ്വതമായല്ല, പാപഫലം തീർന്നാൽ ആത്മാവ് വീണ്ടും ജനിക്കാം, ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്, ശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഹാരൗരവത്തിൻ്റെ ലക്ഷ്യം നിനക്ക് തോന്നിയില്ലാത്ത വേദനകൾ മറ്റൊരാൾ അനുഭവിച്ചപ്പോൾ അതിൻ്റെ ഭാരം എന്തായിരുന്നു എന്ന് സ്വന്തം ആത്മാവിനെ മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. അടുത്ത് നമുക്ക് അഗ്നി നരകം, കുംഭീഭാഗം, അസിപത്രവനം, അവീചി നരകം എന്നൊക്കെയുള്ള 4 നരകങ്ങളെക്കുറിച്ചാണ്. ഇതിൽ നമുക്ക് ഈ 4 നരകങ്ങളെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത ഭാഗമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് സമയം വളരെയധികം ദൈർഘ്യമുള്ളതായി മാറുകയാൽ ഈ 4 ഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ മതങ്ങളിലെയും നരകങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം ഒന്ന് നോക്കി വിശകലനം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം നമുക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി അറിയിക്കുകയാണ്.